മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കാസർഗോഡേക്കാണ്. അവിടെ ഇന്ന് 3 പേർ മരിച്ച കാസർഗോഡ് ഉപ്പള കാർ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നും അമിത വേഗതയാണ് അപകട കാരണമെന്നുമാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 10:45ഓടെയാണ് ഹൊസങ്കടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടമുണ്ടായത്. ഓവർ സ്പീഡാണ്, പക്ഷേ ഇത് റോഡിന് തന്നെ ഗതാഗത ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഇപ്പോൾ അമിത വേഗതയാണ് കാരണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും രാത്രിയിലുള്ള അപകടം പലതവണ നമ്മൾ പറയാറുണ്ട്, പല ആവർത്തി പറയാറുണ്ട്, ഉറങ്ങിപ്പോകുന്നതൊക്കെ വലിയ അപകട കാരണമാകാറുണ്ട് എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ഇനിയുള്ള പോലീസിന്റെ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഉപ്പളയിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടപ്പെട്ടത്. ചെക്ക് പോസ്റ്റിന് സമീപത്തുമുള്ള ഈ പാലത്തിൽ എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് ഈ പാലത്തിൻ്റെ കൈവരിയിലേക്ക് ഇടിക്കുകയും അങ്ങനെ ഈ പാലത്തിൽ നിന്ന് ഈ കാർ വളരെ ദാരുണമായൊരു അപകടത്തിന് ആണ് സാക്ഷ്യം വഹിച്ചത്. ഈ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ 50 മീറ്ററിലധികം ഈ ഇടിച്ച സ്ഥലത്തു നിന്ന് 50 മീറ്റർ സ്ഥലം ഇത് ഉരുണ്ട് പൂർണ്ണമായും ഇതിൻ്റെ ഭാഗങ്ങൾ ചിതറിയിട്ടുണ്ട്. ടയർ അടക്കമുള്ള ഭാഗങ്ങൾ ഇതിൽ നിന്ന് ചിന്നിച്ചിതറി മറ്റു പല ഭാഗങ്ങളിലേക്ക്, ഈ പാലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് വീണിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരണപ്പെട്ടു. അവരെ കാർ വെട്ടിപ്പൊളിച്ചതിനു ശേഷം പുറത്തെടുക്കുകയായിരുന്നു. ബേക്കൂർ സ്വദേശി കൃഷ്ണകുമാറിൻ്റെ മകൻ വരുൺ, അതുപോലെ മംഗളൂരു സ്വദേശിയായ കിശ്വൻ കുമാർ എന്നിവരാണ് മരിച്ചത്. ഈ കിശ്വൻ കുമാറിനെ മംഗളൂരുവിലേക്ക് കൊണ്ടുവിടുന്നതിന് വേണ്ടിയാണ് ഇവർ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. ഉപ്പിനങ്ങാടി സ്വദേശി രത്തൻ ഗുരുതരമായ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇത് ഉപ്പളയിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്ന ദേശീയപാത, പുതിയ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ ദേശീയപാതയിൽ ഈ പാലത്തിനടുത്ത് വരെ 3 വരി പാതയാണ്. പൂർണ്ണമായും പുതിയ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ പാലം 2 വരി പാലത്തിലേക്ക് ചുരുങ്ങുകയാണ്. ഈ 2 ഭാഗങ്ങളിലേക്കുള്ള പാലത്തിൽ ഒരു ഭാഗത്ത് മാത്രമാണ് 3 വരി പാലം പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്തുള്ളത് പഴയ 2 വരി പാലം തന്നെയാണ്. ഈ 3 വരി ദേശീയപാതയിൽ നിന്ന് പെട്ടെന്ന് 2 വരി പാലത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ ഡ്രൈവർമാർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അത് അപകടത്തിന് കാരണമാവുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ ചില ഭിത്തികൾ ഈ റോഡിലേക്ക് ആണ് കിടക്കുന്നത്. ആ പാലത്തിൻ്റെ ഭിത്തിയിലേക്ക് ആദ്യം ഈ കാർ ഇടിക്കുകയും അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നീട് ഈ പാലത്തിൻ്റെ 50 മീറ്ററോളം ഇത് ഉരുണ്ട് വീഴുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായും കാർ തകരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. ഈ പാലം കൂടി 3 വരിയിലേക്ക് പൊളിച്ചു മാറ്റണമെന്നൊരാവശ്യം നിരവധി തവണ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അത് കാരണം തന്നെ നിരവധി തരത്തിലുള്ള അപകടങ്ങൾ ഇതിനു മുൻപ് ചെറുതായി ഇവിടെ നടന്നിരുന്നു എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3 വരി റോഡിൽ നിന്ന് വളരെ പെട്ടെന്ന് 2 വരിയിലേക്ക് ഈ പാലം ചുരുങ്ങി വരുമ്പോൾ അത് അപകടത്തിന് കാരണമാവുന്നു. അതോടൊപ്പം തന്നെ രാത്രി പുതിയ 3 വരി റോഡായതുകൊണ്ട് തന്നെ വലിയ വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. ഈ അപകടം ഉണ്ടായ വാഹനം അമിത വേഗതയിലാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ അമിത വേഗതയിൽ വളരെ പെട്ടെന്ന് പാലത്തിൻ്റെ ഒരു ഭിത്തി ശ്രദ്ധയിൽ വരാതെ അതിൽ ഇടിക്കുകയും പിന്നീട് ഇതിൻ്റെ കൈവരിയിലേക്ക് ഉരസി പോവുകയും പിന്നീട് അത് തല കീഴായി മറിഞ്ഞ് 50 മീറ്ററോളം അപ്പുറത്തേക്ക് അത് മാറി വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ കാറിൻ്റെ വിവിധ ഭാഗങ്ങൾ ചിന്നിച്ചിതറി ഈ പാലത്തിലാകെയും നമുക്ക് കാണാൻ കഴിയും. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒരാൾ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. 3 മൃതദേഹവും ഉപ്പളയിലുള്ള മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും. ഈ ഡ്രൈവർ കൃഷ്ണകുമാറാണ് ഓടിച്ചിരുന്നത്. കൃഷ്ണകുമാർ മരണപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ പോലീസ് അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ശരി, എന്തായാലും നാട്ടുകാരനായ അഷ്റഫ് എന്നൊരാളുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓവർ സ്പീഡാണ്, പക്ഷേ ഇത് റോഡിന് തന്നെ ഗതാഗത റോഡിന് തന്നെ. അത് നോക്കിയില്ല, അത് എത്ര ഇപ്പറുണ്ട്, അത് കട്ടൗട്ടാണുള്ളത്. സ്ട്രൈറ്റ് വരുന്ന റോഡിന് ഒരിക്കലും ഭാഗ്യതല്ലല്ല. റോഡ് പണിയുമ്പോൾ അതിനൊന്നും ശ്രദ്ധിക്കണമല്ല. അത് എവിടെയുള്ളത്?